എന്താ ചെയ്യാ? 3 എണ്ണത്തിനെ കൊലക്കൊടുത്തില്ലേ? 3 കുട്ടികളെ കൊലക്കൊടുത്തില്ലേ? നീ കരഞ്ഞിട്ട് എന്താ കാര്യം? 3 കുട്ടികളാണ്ട് കൊലക്കൊടുത്ത്. നീ കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഉണ്ടോ? എന്തേ കരയണ്ട? ഉണ്ടോ? നല്ല സ്നേഹമുള്ള പൂച്ചയാണ്. നല്ല സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. ആ സമയത്ത് ഒരു കറുത്ത പൂച്ച ഇവിടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി വരലുണ്ട്. ഇന്നലെ കറുത്ത പൂച്ച കുട്ടികളെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ആ പൂച്ച ഇന്നലെ ചെയ്ത പണി എന്താ വെച്ചാൽ 3 കുട്ടികളാണ്ട് കൊന്നു, കടിച്ച് കൊന്നുള്ളതാണ്. പാവം ഇപ്പൊ സങ്കടം കൊണ്ട് നടക്കുകയാണ്. എന്ത് ചെയ്യുക? 3 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദനയാണ്. പാവം. തിന്നോട്ടാ. പൂച്ചകൾ തമ്മിൽ ദുഷ്ടത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. 3 മക്കളെ 3 നല്ല പൂച്ചക്കുട്ടികളായിരുന്നു. അതിനെ കാടമ്പൂച്ച വന്നിട്ട് കൊന്നതാണ്. 3 പൂച്ചക്കുട്ടികൾ. എന്ത് നല്ല പൂച്ചക്കുട്ടികൾ എന്നാ പറയാ. 3-4 പ്രാവശ്യം ഞങ്ങള് ഈ പൂച്ച ആക്രമിക്കാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഓടിച്ചതാണ്. പക്ഷെ ഇന്നലെ എൻ്റെ 2ാമത്തെ മോൾക്ക് പനിയായ കാരണം കൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയി. ആ തക്കത്തിന് വന്നിട്ട് എന്താക്കി, കാടമ്പൂച്ച വന്നിട്ട് കടിച്ച്, ഒരെണ്ണത്തിൻ്റെ കാലൊന്നുമില്ല, കാലൊക്കെ കടിച്ചു മുറിച്ച് തിന്നിക്കണം. ഒരാഴ്ച കൊണ്ട് കഴിയാഴ്ചക്ക് അടിപൊളി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയാണ്. നല്ല പൂച്ചക്കുട്ടികൾ. എന്താ ചെയ്യുക? സങ്കടം. മക്കളൊക്കെ എൻ്റെ മക്കളൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് ഇന്നലെ മുതൽ. കാരണം ഇന്നലെ സൗണ്ടൊന്നും കേൾക്കാത്ത കാരണം കൊണ്ട് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. പൂച്ചനെ കടിച്ചു കൊന്നിട്ടുണ്ട്. 3 മക്കള്. കണ്ണില്ലാത്ത ക്രൂരത എന്നൊക്കെ പറയണ പോലെ പൈത മക്കളെ കൊന്നിട്ടുണ്ട്. നീ കരയണ്ട. ഈ കട്ടിൻ്റെ അടിയിലാണ് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നത്. ഈ കട്ടിൻ്റെ അടിയിലേ ആ പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. ആ മൂലയില് എന്ത് ചെയ്യാ? കാരണം കൊണ്ടിപ്പോൾ ഇവള് കട്ടിൻ്റെ അടിയിലേക്ക് പോവുക, കരയുക, അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക, അങ്ങനെ പണി. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എൻ്റെ മക്കള് ഭയങ്കര സങ്കടത്തിലാണ്. അറ്റങ്ങള് ഓമനിച്ച് ഇരുന്നിട്ടാണ് ഇത് എന്താണ് നോക്കിയിട്ട്. ഇപ്പം എന്താ ചെയ്യുക? ബാ 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 ബാ. എന്താ നല്ല ഓമനത്തുള്ള പൂച്ചയാണ്. 3 കുട്ടികള് പോയതിൻ്റെ സങ്കടമാണ് അവൾക്ക്. എന്തേടി? എന്തേന്ന് കരയണ്ട. പോയത് പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സാരമില്ല കേട്ടാ, സാരമില്ല. കരയണ്ട കേട്ടാ.
കരയണ്ട. നീ കരഞ്ഞിട്ട് എന്താ കാര്യം? നീ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് വാ. വാ, കരയണ്ട. കണ്ട, നല്ല സ്നേഹമുള്ള പൂച്ചയാണ്. ഒരു ഉപദ്രവവും ഇല്ല, ഒരു അനർത്ഥവും ഇല്ലാത്ത പൂച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇവൾ ഇത്ര സൈലൻ്റ് ആയ കാരണം കൊണ്ടാവും ചിലപ്പോൾ ഈ കാടൻ പൂച്ച വന്നിട്ട് കുട്ടികളെ അലക്കിണ്ടാവുക. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിനെ ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് പൂച്ച കടിച്ച്, അതിൻ്റെ തലടക്കം കടിച്ചിരുന്നു. ഇപ്രാവശ്യം അത് കാരണം കൊണ്ടാണ് വളരെ സേഫ്റ്റി ആയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യുക, ഇന്നലെ എൻ്റെ മോനക്ക് പനിയ കാരണം കൊണ്ട് ഞങ്ങൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു. ആ തക്കത്തിന് വന്നിട്ട് തിന്നതാണ്. കരയണ്ട. കണ്ടോ കണ്ടോ, കുട്ടികളെ കാണാത്തത്. കുട്ടികൾ ആ മൂലയിലായിരുന്നു. അപ്പോൾ ആ കട്ടിൻ്റെ മൂലയിലായിരുന്ന കാരണം കൊണ്ടേ അതിന് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരു അമ്മക്ക് അറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. കുട്ടികൾ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദന, അതൊരു സങ്കടം, ഒരു കടൽ തന്നെയാണ്. വാ വാ മോളോ, കരണ്ട കേട്ടാ. കരയണ്ട, കരയണ്ടെന്ന്, കരയണ്ട.